ഹലോ, ഇന്ന് ശിശിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് പൊഞ്ചി സ്കൂളിൽ പോകുമ്പോൾ വന്നിരിക്കാറുള്ള കുട്ടിയില്ലേ, ആ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവുണ്ടായിരിക്കും അല്ലേ. അപ്പം ഞാൻ കാണിച്ചു തരാം കുട്ടീനെ എന്തായാലും. അപ്പോൾ ബൗൺസിങ് കസിലൊക്കെ നമ്മുടെ ഗ്രൗണ്ടിൽ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം കാശൊക്കെ ഉള്ളവർ ബർത്ത്ഡേ ഇങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുക. കാരണം ഒരു ബൗൺസിങ് കസിൽ കൊണ്ടിടും, അപ്പോൾ കുറേ പിള്ളേർ അതിനകത്ത് കളിച്ചോളും. പിന്നെ ഒരു ക്ലൗണിനെ ഏർപ്പാടാക്കും. അപ്പോൾ ക്ലൗൺ ആണെങ്കിൽ അവരുടെ മുഖത്ത് ഇങ്ങനെ ഒരു കളർ പോലെ ചെയ്ത് കൊടുക്കും. പിന്നെ ബലൂൺസ് ഒക്കെ നിറച്ച് കൊടുക്കും. പിന്നെ കുറേ കളികളൊക്കെ ഇങ്ങനെ കളിപ്പിക്കും. അങ്ങനെയൊക്കെ കേട്ടോ. ഇതാണ് നമ്മുടെ ശിശി കേട്ടോ. ശിശിയാണെങ്കിൽ എന്നെ കണ്ടപ്പോൾ മാമാ പുഞ്ചി എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. പോയി നിന്നോ. അതെന്തൊരു കളിയാന്ന് തോന്നുന്നു. നിങ്ങളിവിടെ ഇരിപ്പുണ്ടായിരുന്നു. ബലൂൺ ഇങ്ങനെ അടിയിൽ കൂടി ഇട്ട് എത്രയും പെട്ടെന്ന് ക്ലൗൺ എന്തായാലും അത്രയും പിള്ളേരെ എൻഗേജ്ഡ് ആക്കിയേക്കാണ്. കുറേ പിള്ളേർ ഇതിനകത്ത് ഇട്ടു. ഇങ്ങനെ നിറയ്ക്കണ സാധനം നിറച്ച് വെക്കണേന് 10,000 ഷില്ലിങ്സിൻ്റെ അകത്താണ് കേട്ടോ കാശ്. ഞാനിപ്പോൾ ചോദിച്ചായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കെനിയൻ ബർത്ത്ഡേ സെലിബ്രേഷൻ കാണുന്നത്. റിവറൊക്കെ വെച്ച് നമ്മളെ വിളിക്കുമായിരുന്നു ആൾക്കാർ, പക്ഷെ ഞങ്ങളങ്ങനെ പോവാറില്ല കേട്ടോ. അപ്പോൾ അത് ശിശിയുടെ അമ്മയാണ് കേട്ടോ. ഇങ്ങനെ ബനിയൻ കൊണ്ട് വട്ടം ഇങ്ങനെ കെട്ടിയേക്കുന്ന കണ്ണട വെച്ചേക്കുന്ന ശിശിയുടെ അമ്മയാണ്. അപ്പോൾ കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കേക്ക് മുറിക്കാനുള്ള സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ശിശിനെ വിളിക്കാൻ വേണ്ടി വന്ന് നിൽക്കുവാണ് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് കേക്ക് മുറിക്കണൊക്കെ കാണാം അല്ലേ. ക്ലൗൺ ഉള്ളതുകൊണ്ട് കുറേ പിള്ളേരൊക്കെ മാനേജ് ആയി പോകുന്നുണ്ട് കേട്ടോ. ആളാണെങ്കിൽ ഈ കേക്കിൻ്റെ അടുത്തു നിന്നൊക്കെ എല്ലാവരെയും മാറ്റി നിർത്തി അവിടെയും എന്തൊക്കെയോ പ്രോഗ്രാംസ് ഒക്കെ ഒപ്പിക്കുക കേട്ടോ. ഈ ബൗൺസിങ് കസിൽ വീർപ്പിക്കാൻ വേണ്ടി കൊണ്ടിരുത്തിയേക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് ഈ ബർത്ത്ഡേ പാർട്ടിയിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയാണ് ഇരിക്കുന്നത്. അപ്പം ഈ പിള്ളേരെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ക്ലൗണൊക്കെ തന്നെ വേണം. അപ്പം എക്സ്പെഷ്യലി എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ പിള്ളേരെ മാനേജ് ചെയ്യാൻ ഇത്തിരിയും കൂടെ ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിലത്തെ പിള്ളേരെക്കാളും. അമ്മേ, അപ്പോൾ ഇതാണ് നമ്മുടെ ശിശി. അപ്പോൾ പൊഞ്ചി എന്നെ അമ്മയെന്ന് വിളിക്കണോണ്ട് ശിശി എന്നെ അമ്മയെന്ന് തന്നെയാണ് കേട്ടോ വിളിക്കുന്നത്. പുള്ളിക്കാരത്തിക്ക് അറിയില്ല പുള്ളിക്കാരത്തിയുടെ ബർത്ത്ഡേ ആണ്. പാവം അത് ബൗൺസിങ് കസിലൊക്കെ എൻജോയ് ചെയ്ത് നടക്കുവാണ് കേട്ടോ. അപ്പം വലിയ അടിപൊളി ഡ്രസ്സൊന്നും അല്ല കേട്ടോ. ഇവർ ഡ്രസ്സിങ്ങിനൊന്നുമല്ല ശ്രദ്ധിക്കുന്നത്. ഡ്രസ്സ് കുറേ ഫ്ലഫി ഡ്രസ്സ് ഇടണം, അങ്ങനെ നമ്മുടെയൊക്കെ ബർത്ത്ഡേ പോലെ അങ്ങനെയൊന്നുമല്ല കേട്ടോ ഇവർ ശ്രദ്ധിക്കുന്നത്. ഇവർ മാക്സിമം ആ ബർത്ത്ഡേ എങ്ങനെ എൻജോയ് ചെയ്യാം, കുറേ പേരെ എൻജോയ് ചെയ്യിപ്പിക്കാം, കുറേ സ്നാക്സൊക്കെ എങ്ങനെ വിതരണം ചെയ്യാം, അതൊക്കെയാണ് കേട്ടോ ചിന്തിക്കുന്നത്. അപ്പോൾ എന്തായാലും ശിശിയുടെ അച്ഛൻ വന്നിട്ട് ശിശിനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോഴാണ് പുള്ളിക്കാരത്തേക്ക് മനസ്സിലായ കേക്കൊക്കെ കട്ട് ചെയ്യാൻ പോവാന്ന്. അപ്പോൾ പൊഞ്ചിനെയും ഓറേനെയും കൂടെ ക്ലൗൺ ഡാൻസ് കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും പൊഞ്ചി ഓറയും പിങ്കും വൈറ്റുമാണ് ഡ്രസ്സൊക്കെ. പൊഞ്ചി തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പൊഞ്ചിക്ക് ഒരു ദിവസത്തെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടോ. എന്തായാലും ഒരു കൊച്ചു സ്പീക്കർ കൊണ്ടുവന്നിട്ട് പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പാട്ടിനൊത്തുള്ള സ്റ്റെപ്പ് ക്ലൗൺ എല്ലാവരെയും പഠിപ്പിക്കുകയാണ്. പൊഞ്ചി ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് കേട്ടോ. ഓറ അത്ര ഇൻട്രസ്റ്റഡ് അല്ല ഡാൻസിൻ്റെ കാര്യത്തിൽ. പിന്നെ എന്തായാലും നമുക്ക് ആ ഡാൻസും പാട്ടും ഒക്കെ കാണാം. That a cake. Are you sure? Yes. If you sing it, then I'll give you 3 wishes. Yes. Samia, I'm listening to you guys. Are you ready? Yes. Let's start. When you're ready. Happy to you. Happy birthday to you. Happy birthday, dear Sissy. Happy birthday.
Happy birthday to you. Happy birthday, dear Shishi. Happy birthday, Kisiyo Ngari. Kata keki siyo ngari. Kata keki. Kata Kata keki. Kata Kata keki. kisiyo ngari. Hiyo ni keki siyo pote. Yeni cream siyo pote. Happy birthday To you. Happy birthday To you. Happy birthday dear Shishi. Hip hip. Hooray! Hip Hooray! hip. Hip hip. Hooray! നിങ്ങൾക്ക് പൊഞ്ചിനെ കണ്ടിട്ടുണ്ടോ തോന്നുന്നത്? അതിൻ്റെ ഇടയിൽ പൊഞ്ചിൻ്റെ മുടി പിടിച്ചാരണ്ട് വലിച്ചു കിട്ടും. പൊഞ്ചി ഇവിടെ സർവൈവ് ചെയ്യാൻ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. എനിക്ക് ചിലപ്പോഴൊക്കെ അവളോട് പാവം തോന്നും കേട്ടോ. കാരണം ഇവർക്ക് ഇംഗ്ലീഷും സ്വഹിലിയും മാത്രമേ അറിയുള്ളൂ. ഒരു ഇന്ത്യക്കാർ പോലും ഇവിടെ ഇല്ല. കണ്ടോ, ഇതെല്ലാം കെന്യക്കാരാണ്. അവർക്ക് ഇംഗ്ലീഷും സ്വഹിലിയും മാത്രമേ അറിയുള്ളൂ. നമ്മുടെ പൊഞ്ചിക്കാണെങ്കിൽ ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഇവൾ സർവൈവ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അവളുടെ ഒരു സർവൈവൽ സ്റ്റോറി തന്നെയാണ്. അതൊക്കെ ഞാൻ പിന്നെ ഒരു ദിവസം പറഞ്ഞുതരാം കേട്ടോ. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. പിന്നെ ചേരേനെ തിന്നണ നാട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ചേരയുടെ നടുക്കണ്ട തിന്നണം എന്നാണല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ സർവൈവ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയും ജീവിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പോവുകയാണ്. ഇയാളുടെ കയ്യിൽ ബിസ്ക്കറ്റ് ആണ് ഉള്ളത്. പീറ്ററിന്റെ അമ്മയും വന്നിട്ടുണ്ട് കേട്ടോ. ശിശിയുടെ അമ്മയും പീറ്ററിന്റെ അമ്മയും കസേരകളി കളിക്കുവാണേ. സത്യത്തിൽ നമ്മുടെ പൊഞ്ചിക്ക് കസേരകളി ഒന്നും അറിയില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക. പിന്നെ ഇതെല്ലാം വലിയ പിള്ളേരല്ലേ, അതിൻ്റെ ഇടയിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ വിജയിക്കുകയില്ല. പിന്നെ ചുമ്മാ അതിലെ കൂടെ നടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ പൊഞ്ചി കുഞ്ഞു ഭീക്കിരിയല്ലേ, അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ വരുമ്പോൾ അവളെല്ലാവരും കൂടെ എടുത്ത് എറിയുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്തൊക്കെ സഹിച്ചു എന്നറിയാം. ഇവരൊത്തിരി സ്നാക്സ് ഒക്കെ വിതരണം ചെയ്താണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ സ്നാക്സ് ഒക്കെ ഉണ്ട്. ഒരു ചെയറുണ്ട്, 2 പേര്. മിലാൻ ഇവരാണെങ്കിൽ ഒരു ബലൂൺ വെച്ചുള്ള കളി കളിക്കാട്ടോ. ബലൂൺ എറിയണേ, വാട്ടർ നിറച്ച ബലൂണാണ് കേട്ടോ. അത് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിച്ചിട്ടില്ലെങ്കിൽ പൊട്ടിയാൽ മേത്ത് മുഴുവൻ വീഴും. അയ്യോ, പിന്നെ ബലൂണൊക്കെ എല്ലാവരുടെ മേത്തോട്ട് വെച്ച് എറിഞ്ഞ് പൊട്ടിച്ച്. ഇതാണ് കേട്ടോ പീറ്റർ, പൊഞ്ചിയുടെ ക്ലോസ് ഫ്രണ്ടാണ് കേട്ടോ. ഓറയും പീറ്ററും മാത്യു ആണ് പൊഞ്ചിയുടെ ഇവിടുത്തെ ക്ലോസ് ഫ്രണ്ട്സ്. ഇവർ സെയിം ഏജ് ആണ്. പിന്നെ പാർട്ടി കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇതാക്കി വെച്ചേക്കോട്ടെ. പൊഞ്ചി ആ ചേട്ടനെ കൊടുത്താൽ ആ ചേട്ടൻ വീർപ്പിച്ചു തരും. ഇങ്ങനെ തലയെ കെട്ടണ പോലെ ആക്കി തരും. പൊഞ്ചി അത് ഇങ്ങനത്തെ കിരീടം പോലെ ആക്കി തരും. പൊഞ്ചി ഇങ്ങനത്തെ കിരീടം പോലെ ആക്കി തരും. പൊഞ്ചിക്ക് എന്തായാലും കിരീടം പോലെ ഒന്നും വേണ്ടെന്ന്, ഇങ്ങനെ വാള് പോലെ മതിയെന്ന്. എന്തായാലും അവളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.